കായംകുളം നഗരസഭയുടെ ശൗചാലയ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ നടന്ന സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് CPM നേതൃത്വം ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. ചെയർപേഴ്സൺ രാജിവെച്ച് മാറി നിന്ന് സ്വതന്ത്രമായ അന്വേഷണത്തെ നേരിടണമെന്ന് പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. കായംകുളം നഗരസഭയുടെ ശൗചാലയ മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരിൽ നടന്ന സാമ്പത്തിക അഴിമതിയെക്കുറിച്ച് CPM നേതൃത്വത്തിന്റെ നിലപാട് ജനങ്ങളോട് വ്യക്തമാക്കണമെന്ന് ജനകീയ പ്രതികരണ വേദി ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർപേഴ്സൺ രാജിവെച്ച് മാറി നിന്ന് സ്വതന്ത്രമായ അന്വേഷണത്തെ നേരിടണമെന്നും പ്രതികരണ വേദി ഭാരവാഹികൾ പറഞ്ഞു. LDF പാർലമെന്ററി പാർട്ടിയോ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ പോലും അറിയാതെ ചെയർപേഴ്സണും സെക്രട്ടറിയും മാത്രം ചേർന്ന് ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. കായംകുളം നഗരസഭാ ഭരണ നേതൃത്വം അഴിമതി നടത്താനുള്ള ഉപാധിയായാണ് മാലിന്യ സംസ്കരണത്തെ കാണുന്നതെന്നും ജനകീയ പ്രതികരണ വേദി പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ പറഞ്ഞു. 2003 ഖരമാലിന്യ സംസ്കരണത്തിനായി പ്രഖ്യാപിച്ച ഇൻസിനേറ്റർ പദ്ധതി നടപ്പാക്കാതെ 21 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഇതേക്കുറിച്ച് നടന്ന വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലും വെളിച്ചം കണ്ടില്ല. പിന്നീട് പ്രഖ്യാപിച്ച ക്ലീൻ കായംകുളം പദ്ധതിയും ലക്ഷ്യത്തിലെത്താതെ ലക്ഷങ്ങൾ പാഴാക്കി. അന്വേഷണം പ്രഖ്യാപിച്ച് അഴിമതി മൂടിവെക്കാൻ അവസരമൊരുക്കുന്ന രീതി ഒഴിവാക്കി സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും പാലമുറ്റത്ത് വിജയകുമാർ ആവശ്യപ്പെട്ടു. CDNet ന്യൂസ്, കായംകുളം.